സീസൺസ് ആൻഡ് ടൈം നമ്മുടെ 10th ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. കണ്ടാൽ ഒരുപാട് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ചാപ്റ്ററാണ് തോന്നുന്നെങ്കിലും ഭയങ്കര ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് തന്നെ ഫോളോ ചെയ്ത് പോവാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് വൈ സീസൺസ് ചേഞ്ച്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് ബേസ് ആയിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ് റെവല്യൂഷൻ ആൻഡ് റൊട്ടേഷൻ. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 24 ഹവേഴ്സ് അഥവാ ഭൂമിയുടെ ഒരു കറക്കം ഭൂമി സെൽഫായിട്ട് കറങ്ങുന്നതിനാണ് റൊട്ടേഷൻ എന്ന് പറയുക, അഥവാ 24 ഹവേഴ്സ്. അതാണ് ഡേയും നൈറ്റും ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് റെവല്യൂഷനാണ്, അഥവാ 1 ഇയർ 365 ദിവസം. അപ്പം നമ്മുടെ സീസൺസ് ചേഞ്ച് ആവുന്നതിന് 4 റീസൺസാണെന്ന് പറയുന്നത്. ഒന്ന് ദ എർത്ത് റെവല്യൂഷൻ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ. പിന്നെ വരുന്നത് ടിൽറ്റ് ഓഫ് ദ ആക്സിസ്, അഥവാ ആക്സിസിൻ്റെ ചരിവാണ്. നമുക്കറിയാം ഭൂമി ഒരു 66.5 ഡിഗ്രി ചരിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് പാരലിസം ഓഫ് ദ എർത്ത് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ 4ാമത്തെ പോയിൻ്റാണ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ. സണ്ണിൻ്റെ അപ്പാരൻറ്റ് മൂവ്മെൻ്റ് ആണെന്നറിയാം. നമുക്കറിയാം ഒരിക്കലും സണ്ണല്ല മൂവ് ചെയ്യുന്നത്, ഭൂമിയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങളാണ് ഈ ഒരു പിക്ചറിലുള്ളത്. അപ്പോൾ ഇത് ഭൂമിയുടെ നടുവിൽ വന്ന ഈ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിന് പറയുന്ന പേരാണ് ഇക്വേറ്റർ. ഈ ഇക്വേറ്ററിൻ്റെ മേലോട്ടുള്ള ഭാഗമാണ് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗത്താണ് സദേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ഈ ലൈനാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അതിൻ്റെ താഴെയുള്ള ഈ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈനാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്തും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്തുമാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഇക്വേറ്ററിൻ്റെ ഏകദേശം എവിടെയായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിനെ പറ്റി പറയാം. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് പാരലായിട്ട് സണ്ണ് വന്ന് നിൽക്കുന്ന ടൈമാണ് ഈ സമ്മർ സോൾസ്റ്റിസ് എന്ന് പറയാം. ഈ സമ്മർ സോൾസ്റ്റിസ് ഉണ്ടാകുന്ന ടൈമിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് പതിക്കുകയും സദേൺ ഹെമിസ്ഫിയറിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് പതിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേ ടൈം കൂടുതലും നൈറ്റ് ടൈം കുറവായിരിക്കും. അപ്പോൾ സമ്മർ സോൾസ്റ്റിസ് ഉണ്ടാകുന്ന ടൈമിൽ ഈ ഡേ ടൈം കൂടുതലും നൈറ്റ് ടൈം കുറവായിരിക്കും. അപ്പോൾ ആ ഒരു ഡേറ്റ് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് പാരലായിട്ട് നിൽക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ 21. നെക്സ്റ്റ് ആണ് വിൻ്റർ സോൾസ്റ്റിസ്. വിൻ്റർ സോൾസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ പാരലായിട്ട് സണ്ണ് നിൽക്കുന്ന ടൈമാണ് ഈ വിൻ്റർ സോൾസ്റ്റിസ് എന്ന് പറയാം. അപ്പോൾ ഈ സദേൺ ഹെമിസ്ഫിയറിൽ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് പതിക്കുകയും നോർത്തേൺ ഹെമിസ്ഫിയറിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് പതിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേ ടൈം കുറവും നൈറ്റ് ടൈം കൂടുതലായിരിക്കും. അപ്പോൾ ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ സൺ പാരലൈറ്റ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ. അപ്പോൾ ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ സണ്ണ് പാരലൈറ്റ് വന്ന് നിൽക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഡിസംബർ 22. അപ്പോൾ നമ്മുടെ സണ്ണിൻ്റെ മൊമെൻറ്റ് വരുന്നത് ജൂൺ 21 ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് തുടങ്ങിയിട്ട് സെപ്റ്റംബർ 23 ആകുമ്പോഴത്തേക്കും അത് ഇക്വേറ്ററിലെത്തും. ശേഷം അത് ഡിസംബർ 22 ആകുമ്പോഴേക്കും വീണ്ടും അത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലെത്തുകയും പിന്നെയും അത് മാർച്ച് 21 ഇക്വേറ്ററിലെത്തും. പിന്നെയും ആ സർക്കിൾ ജൂൺ 21 ആകുമ്പോഴത്തേക്ക് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ എത്തും. അപ്പോൾ സണ്ണിൻ്റെ ഈ അപ്പാരൻറ്റ് മൂവ്മെൻ്റാണ് നമ്മുടെ സീസൺസ് തീരുമാനിക്കുന്നത്. ഈ വിൻ്റർ, സമ്മർ. അപ്പോൾ ഈ ഹെമിസ്ഫിയർ, ഈ സദേൺ നോർത്തേൺ ഹെമിസ്ഫിയറിലെത്തുന്ന സൺലൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സീസൺസ് ചേഞ്ച് ആവുന്നത്. അപ്പം നമ്മുടെ സണ്ണ് ഇക്വേറ്ററിന് പാരലായിട്ട് വരുന്ന ഡേറ്റ് അഥവാ മാർച്ച് 21 സെപ്റ്റംബർ 23 ഈ ഇക്വിനോക്സിസ് ഉണ്ടാകുന്നത്, അഥവാ ഡേ ആൻഡ് നൈറ്റ് സെയിം ആയിട്ട് 12 ഹവേഴ്സ് ആയിട്ട് ഉണ്ടാകുന്നത്.